Welcome back to our physics class. The last class we are discussing Joule heating or ohmic heating. What is ohmic heating? When a current is passing through a conductor, heat is produced. That process is known as Joule heating or ohmic heating. On this basis, James Prescott Joule is discovered a law, that is Joule's law. So, what is Joule's law? The heat generated in a current carrying conductor is directly proportional to the product of the square of the current. In conductor, the resistance of the conductor and the time of flow of current. That is, H is directly proportional to I square RT. ആ ഇക്വേഷൻ നമുക്ക് വേഗം കിട്ടും. എങ്ങനെയാണ് പറയുക? എച്ച് ഈസ്, അതായത് ഹീറ്റാണ്. ഹീറ്റ് ഈസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു I സ്ക്വയർ ഇൻറ്റു ആർ ഇൻറ്റു ടി ആണ്. അപ്പോൾ നമുക്ക് പറയാം ദ പ്രോഡക്റ്റ് ഓഫ് ദി സ്ക്വയർ ഓഫ് ദി കറൻറ്റ്. I മീൻസ് കറൻറ്റ്. പ്രോഡക്റ്റ് ഓഫ് ദ സ്ക്വയർ ഓഫ് ദി കറൻറ്റ്, റെസിസ്റ്റൻസ് and time. So, this law is explained which are the factors influencing, that are current, resistance and time. So, the Joule's law equation is H is equal to I square RT. So, using this equation we can complete this table. So, here the resistance is, the first situation, resistance is double, current is same, time is also same. So what happened to heat? I square into R എത്രയാ? ഡബിൾ ആയി 2R into T. ഈ 2നെ നമ്മൾ പുറത്തോട്ടേക്ക് എടുത്താൽ എന്ത് കിട്ടും? 2I square RT. അതായത് I square RT മീൻസ് H ആണ്. അപ്പോൾ 2H ആയിട്ട് മാറും. ക്ലിയർ അല്ലേ? അപ്പോൾ നമുക്ക് പറയാൻ പറ്റും when the resistance is double, the heat is also double. അതാണ് ഈ ടേബിളിൽ കൊടുത്തിട്ട് കണ്ടോ? What happened to change in heat? That is twice. And the second situation, resistance is same, current is double and time is also same. So H is equal to I എന്ന് പറഞ്ഞാൽ 2I whole square into R into T. So 2 square 4I square RT. So we can say is that H equal to 4H, which means that when the current is double, that time heat will be increased at 4 times. The next situation, the third situation, what is that? R resistance half, others are same. So what happened to heat? I square R ഇൻറ്റു ടി. റെസിസ്റ്റൻസ് ഹാഫാണ്. അപ്പോൾ നമ്മൾ ഈ ഹാഫിനെ ഇങ്ങോട്ട് പുറത്തേക്ക് എടുത്തു. അപ്പോൾ എന്തായി? I സ്ക്വയർ ആർ ടി. സോ എച്ച് ഈസ് എന്തായി? ഹീറ്റ് ഹാഫായിട്ട് ചേഞ്ച് ചെയ്യും. അതായത് റെസിസ്റ്റൻസ് ഹാഫ് ആകുമ്പോൾ ഹീറ്റ് ഈസ് ഓൾസോ ഹാഫ്. നെക്സ്റ്റ്, കറൻറ്റ് ബിക്കം ഹാഫ്. കറൻറ്റ് ഹാഫായ എന്താ സംഭവിക്കുക? H is equal to I by 2 whole square into R into T. അല്ലേ? I square R T by 4. ഇവിടെ നോക്കിയേ എന്താ സംഭവിക്കുന്നത്? ഹീറ്റിന് കറൻറ്റ് ഹാഫ് ആയപ്പോൾ ഹീറ്റ് 1/4 ടൈംസ് ആയിട്ട് ഡിക്രീസ് ചെയ്തു. ഹീറ്റ് കുറയാണ് ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് സിറ്റുവേഷൻ, ടൈം അല്ലേ? ടൈം എന്താവാണ്? ഡബിൾ ആവുന്നു, 2T ആകുന്നു. ടൈം 2T. അപ്പോൾ എന്താ സംഭവിക്കുക? H ഈസ് ഈക്വൽ ടു I സ്ക്വയർ R ഇൻറ്റു 2T. സോ 2I സ്ക്വയർ RT. സോ ദ ഹീറ്റ് ബിക്കം 2H. അതായത് ടൈം ഡബിൾ ആയപ്പോൾ ഹീറ്റ് ഈസ് ഓൾസോ ഡബിൾ. ഇനി ടൈം ഹാഫ് ആകുമ്പോൾ എന്തായിരിക്കും അപ്പോൾ സംഭവിക്കുക? ഹീറ്റും ഹാഫ് ആവും. നമുക്ക് നോക്കാം അങ്ങനെയാണോ വരികയെന്ന്.
അത് ടൈം ഹാഫായി. അപ്പോൾ H ഈസ് ഈക്വൽ ടു I സ്ക്വയർ R ഇൻറ്റു T/2 അല്ലേ. പുറത്തേക്ക് 1/2 പുറത്തോട്ട് ഇങ്ങനെ എടുക്കുക. അപ്പോൾ എന്ത് കിട്ടും? I സ്ക്വയർ. സോ H അവിടെ എന്തായിട്ട് മാറി? ഹാഫായിട്ട് മാറി. ഇനി ഇതിലോട്ട് നോക്കി, ഇവിടെ റെസിസ്റ്റൻസിൻ്റെ സിറ്റുവേഷനും, അത് റെസിസ്റ്റൻസ് ഡബിളായപ്പോൾ ഹീറ്റ് ഡബിളായി. ഇനി റെസിസ്റ്റൻസ് ഹാഫ് ആയപ്പോൾ ഹീറ്റ് ഈസ് ഓൾസോ ഹാഫ്. അതേ കേസ് തന്നെയാണ് ടൈമിന് വരുന്നത്. കണ്ടോ, ടൈമിന് നിങ്ങൾ നോക്കിയേ, ടൈം ഡബിളായപ്പോൾ ഹീറ്റ് ഡബിളായി, ടൈം ഹാഫ് ആയപ്പോഴും ഹീറ്റ് ഹാഫായിട്ട് മാറി. പക്ഷേ നമ്മളിവിടെ നോക്കുക, ഏതാണ്? ഇതാ കറൻറ്റിൻ്റെ സിറ്റുവേഷൻ കണ്ടോ, കറൻറ്റ് ഡബിളായി. അപ്പോൾ ഹീറ്റ് എത്രയായിട്ട് മാറുന്നുണ്ട്? 4 times ഇൻക്രീസ് ആവുന്നുണ്ട്. അതേപോലെ തന്നെ കറൻറ്റ് ഹാഫായി കുറഞ്ഞപ്പോൾ ഹീറ്റ് എത്രയായിട്ട് കുറഞ്ഞു? 1/4 times ആയിട്ട് ഡിക്രീസ് ചെയ്തു. ക്ലിയർ? അപ്പോൾ ഈ ഒരു ടാബിൾ ഫില്ല് ചെയ്യുക. ഇതിനകത്ത് എപ്പോഴും എക്സാമിന് ചോദിക്കുന്ന ഭാഗമാണ്. അതായത് കറൻറ്റ് ഡബിളായാൽ ഹീറ്റിന് എന്ത് സംഭവിക്കും, അല്ലെങ്കിൽ കറൻറ്റ് 1/3 ആയിട്ട് കുറഞ്ഞാൽ വാട്ട് ഹാപ്പൻ ടു ഹീറ്റ്, അല്ലെങ്കിൽ ഹീറ്റ് ഡബിൾ ആവാനുള്ള റീസൺ, കറൻറ്റിനപ്പോൾ എന്ത് ചേഞ്ച് വന്നിട്ടുണ്ടാവും. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് നോർമലി എക്സാമിന് വരാറുണ്ട്. സോ കംപ്ലീറ്റ് ദി ടേബിൾ യൂസിങ് ദിസ് ആൻഡ് ഫൈൻഡ് ഔട്ട് ദി ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസസ് ഹീറ്റ് ദി മോസ്റ്റ്. നെക്സ്റ്റ് ഈസ് ഓംസ് ലോ. Ohm's law explains the relation between current, voltage and resistance. Or when the current is increased, the voltage also increased. When the resistance is increased, current become decreased, which means that current is directly proportional to the voltage, but current is inversely proportional to the resistance. The equation of Ohm's law is V equal to IR. V is the voltage, I is the current, and R is the resistance. So the Ohm's law equation is I equal to V by R. Using this equation, we can get V equal to IR. അതായത് ഈ I ആറിന് എന്ത് ചെയ്യുക? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് ഇങ്ങോട്ട് പോകും. V ഈക്വൽ ടു IR. ഇനി റെസിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടുക? R ഈക്വൽ ടു റെസിസ്റ്റൻസ് R എങ്ങോട്ട് പോവും? ഇങ്ങോട്ട് പോവും. I താഴോട്ട് വരും. ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ എന്ത് കിട്ടും? V by I. അപ്പോൾ നമുക്കിതിൽ നിന്ന് 3 ഇക്വേഷൻ ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഈ ഒരു ഡയഗ്രത്തിൽ നിന്ന് ഈസി ആയിട്ട് കിട്ടും. ഇത് പഠിച്ചു വെച്ചാലും മതി. അതായത് V ഈക്വൽ ടു IR. നേരെയാണ്. V ഈക്വൽ ടു IR. ഇനി I കാണുകയാണെങ്കിലോ I ഈക്വൽ ടു V ബൈ R. R കാണുകയാണെങ്കിലും R ഈക്വൽ ടു V ബൈ I. ക്ലിയർ? This Ohm's law is substituting in Joule's equation that time. Here we are substituting I equal to V by R. So V by R ഹോൾ സ്ക്വയർ, അതായത് ഈ I സ്ക്വയറിൽ ഇത് കൊടുക്കുകയാണെ, V by R ഹോൾ സ്ക്വയർ ഇൻറ്റു R ഇൻറ്റു T അല്ലേ. അപ്പോൾ നമുക്ക് കിട്ടും V സ്ക്വയർ ബൈ R സ്ക്വയർ ഇൻറ്റു R ഇൻറ്റു T. അപ്പോൾ നമ്മൾ ഈ ആറും കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും ഇക്വേഷൻ? V സ്ക്വയർ T ബൈ R. H ഈക്വൽ ടു V സ്ക്വയർ T ബൈ R. നെക്സ്റ്റ് ഇക്വേഷനാണ് V ഈക്വൽ ടു, അതായത് നമ്മളിവിടെ I കൊടുത്തു, ഇനി റെസിസ്റ്റൻസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. റെസിസ്റ്റൻസ് ഈക്വൽ ടു V ബൈ I അല്ലേ. നമ്മൾ ഇക്വേഷനിൽ കൊടുത്താൽ എന്ത് കിട്ടും? H ഈസ് ഈക്വൽ ടു I സ്ക്വയർ ഇൻറ്റു R എന്താ? V ബൈ I ഇൻറ്റു T അല്ലേ. ഇത് കട്ട് ചെയ്ത് പോയി. എന്ത് കിട്ടി? H ഈസ് ഈക്വൽ ടു IVT. നമ്മൾ വേണമെങ്കിൽ ഓർത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് AVT ചായ ഇല്ലേ, അത് ഓർക്കുക. H ഈസ് ഈക്വൽ ടു IVT. അപ്പോൾ നമുക്ക് 3 ഇക്വേഷൻസ് ഇവിടെ കിട്ടി. ഹീറ്റിൻ്റെ 3 ഇക്വേഷൻസ് ഏതൊക്കെയാണ്? H ഈക്വൽ ടു I സ്ക്വയർ RT. H ഈസ് ഈക്വൽ ടു V സ്ക്വയർ T ബൈ R. H ഈക്വൽ ടു IVT. These are the 3 equations. ഇനി ഇത്
എവിടെയാണ് യൂസ് ചെയ്യുക? ഇപ്പം നിങ്ങൾക്ക് തന്നിരിക്കുന്നത് വോൾട്ടേജും റെസിസ്റ്റൻസും ടൈമും ആണെങ്കിൽ ഹീറ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളിത് യൂസ് ചെയ്യണം അല്ലേ. ഇനി കറൻറ്റും വോൾട്ടേജും ടൈം ആണെങ്കിൽ നമ്മളിത് യൂസ് ചെയ്യണം. അപ്പോൾ ഏതൊക്കെയാണോ വാല്യൂസ് ഉള്ളത് അത് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇക്വേഷൻസ് യൂസ് ചെയ്യാൻ. ഓക്കെ.